Next problem is a 1000 kVA 3300 volts 50 Hz 300 RPM three phase alternator has 180 slots with 5 conductors per slot. Singular winding with full pitch coils is used. The winding is connected with one circuit per phase. Determine the specific electric loading and magnetic loading if the stator bore is 2 meter and the core length is 0.4 meter. Using the same loadings, determine the corresponding data for a 1250 kVA 3300 volts 50 Hz 250 RPM 3-phase star connected alternator having 2 circuits per phase. The machines have 60-degree phase spread. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് പാർട്ടുണ്ട്. 1000 kVA 3300 വോൾട്ട് 50 Hz 300 RPM 3-phase alternator has 180 slots 180 slots with 5 conductors per slot. Single layer winding with full pitched coils is used. The winding is star connected with one circuit per phase. Determine the specific electric and magnetic loadings if the stator bore is 2 meter and the core length is 0.4 meter. So first part is to determine B average and AC. അപ്പോൾ ആദ്യം ഈ 1000 kVA മെഷീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മെയിൻ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ബി ആവറേജ് ആൻഡ് എ സി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് യൂസിങ് ദ സെയിം ലോഡിങ്സ്. അപ്പം ബി ആവറേജും എ സിയും സെയിം ആക്കി വെച്ചുകൊണ്ട് സെയിം ആണെങ്കിൽ ആ ബി ആവറേജും എ സിയും വെച്ചുകൊണ്ട് ഡിറ്റർമിൻ ദ കറസ്പോണ്ടിങ് ഡേറ്റ ഫോർ 1250 kVA 3300 volts 50 Hz 250 RPM നോക്കണം. അപ്പോൾ കറസ്പോണ്ടിങ് ഡേറ്റ ഫോർ 1250 kVA 1250 kVA 3300 വോൾട്ട് 50 Hz 250 RPM ആൾട്ടർനേറ്ററിൻ്റെ ഈ ഡേറ്റകൾ കണ്ടുപിടിക്കണം. അവിടെ 2 സർക്യൂട്ട്സ് പെർ ഫേസാണ്. എന്താണ് ഒരു സർക്യൂട്ട് പെർ ഫേസും 2 സർക്യൂട്ട്സ് പെർ ഫേസും. 60-degree ഫേസ് സ്പ്രെഡ് എന്താ നമുക്ക് നോക്കാം. ഫേസ് സ്പ്രെഡ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് 1000 kVA ജനറേറ്ററിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ ടോട്ടൽ കണ്ടക്ടേഴ്സ് 180 സ്ലോട്ട്സ് ആണ്. 5 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ടുമാണ്. അപ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ കണ്ടക്ടേഴ്സ് ഈസ് 180 × 5 ഇറ്റ് ഈസ് 900. അപ്പോൾ അതിൽ നിന്ന് ടേൺസ് പെർ ഫേസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടേൺസ് പെർ ഫേസ്. അപ്പം ടോട്ടൽ കണ്ടക്ടേഴ്സ് ഡിവൈഡ് ബൈ 6 ആണല്ലോ ടേൺസ് പെർ ഫേസ്. ഇസഡ് ഈക്വൽ ടു 6 TPH. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കിട്ടി 900. അതിൽ നിന്ന് ടേൺസ് പെർ ഫേസ് നമുക്ക് 150 കിട്ടി. സിങ്കർണസ് സ്പീഡ് സ്മോൾ ns 300 RPM ആകുമ്പം 300/60 5 RPS. നമ്പർ ഓഫ് പോൾസ് P ഈക്വൽ ടു 2F/ns. P കണ്ടുപിടിക്കാൻ ഫെമിലിയർ എക്സ്പ്രഷൻ 2F/ns 20 നമ്പർ ഓഫ് പോൾസ്. സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് അതായത് ഓരോ പോളിൻ്റെ അണ്ടറിൽ ഓരോ ഫേസിനും മൊത്തം ഈ മെഷീന് 180 സ്ലോട്ട്സ് ഉണ്ട്, 20 പോൾസ് ഉണ്ട്. അപ്പം സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറയുന്നത് 180/20. അപ്പോൾ അത് ഓരോ പോളിൻ്റെ അടിയിലുള്ള സ്ലോട്ട്സ് 3 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. സോ 3 M ഈസ് ഈക്വൽ ടു 3 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. M എന്ന് പറയുന്നത് 3. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. KD ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഈസ് എക്സ്പ്രഷൻ ഈസ് sin m/2 ഡിവൈഡഡ് ബൈ m sin β/2. KD ഈക്വൽ ടു sin m/2 ഡിവൈഡഡ് ബൈ m sin β/2. ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് ആംഗുലർ പാർട്ടാണ്, മൊത്തം ബ്രാക്കറ്റ്. ഇവിടെ m/β എന്ന് പറയുന്നത് 60, ഫേസ് സ്പ്രെഡ് 60 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ഫേസ് സ്പ്രെഡ് എപ്പോഴും 60 ആയിരിക്കും. കാരണം ഒരു പോളിൻ്റെ അടിയിലുള്ള മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അത് 3 ഫേസിനുമായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ 60 ഡിഗ്രി ഒരു ഫേസ്, 60 ഡിഗ്രി രണ്ടാമത്തെ ഫേസ്, 60 ഡിഗ്രി മൂന്നാമത്തെ ഫേസ്. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് 60 ഡിഗ്രി ഫേസ് സ്പ്രെഡ്.
ഇനി ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ബീറ്റ ഇൻ ദിസ് എക്സ്പ്രഷൻ സൈൻ എം ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ എം സൈൻ ബീറ്റ ബൈ 2 വി നീഡ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് സ്ലോട്ട് പിച്ചാണ്. സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോട്ട് പിച്ച് ദി ആംഗുലാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലോട്ട്സ്. തൊട്ടടുത്ത രണ്ട് സ്ലോട്ടുകൾ തമ്മിലുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. തൊട്ടടുത്ത രണ്ട് സ്ലോട്ടുകൾ തമ്മിലുള്ള ആംഗുലാർ ഡിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രീസ്. അപ്പം ഓർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലോട്ട്സ് ഇൻ ആംഗുലാർ ഡിഗ്രീസ്. അതാണ് ബീറ്റ. ബീറ്റ അപ്പോൾ 180 ഡിവൈഡഡ് ബൈ ബീറ്റ ഈസ് ഒരു പോളിനുള്ളത് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ ഒരു പോളിൻ്റെ അണ്ടറിൽ എത്ര സ്ലോട്ട്സ് ഉണ്ട് എന്നുള്ളത്, സ്ലോട്ട്സ് പെർ പോൾ. അപ്പോൾ 180 ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ. 180 ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറയുന്നത് മൊത്തം 180 സ്ലോട്ട്സ്. ആകെ മെഷീന് 180, 20 പോളുണ്ട്. അപ്പോൾ 180 ബൈ 20 ആണ്. നോക്കണം, 180 ബൈ 20, ദിസ് 180 ബൈ 20. അപ്പോൾ അതാണ് 9 എന്ന് പറയുന്നത്. 180 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ 20 ഡിഗ്രിയാണ് ഒരു സ്ലോട്ടും തൊട്ടടുത്ത സ്ലോട്ടും തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സ്ലോട്ട്. ബീറ്റ ഈക്വൽ 20 ഡിഗ്രി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD. KD ഈസ് ഈക്വൽ ടു സൈൻ എം ബീറ്റ ഡിവൈഡഡ് ബൈ എം സൈൻ ബീറ്റ ബൈ 2. എം എന്ന് പറയുന്നത് നമ്മുടെ 3, ബീറ്റ എന്ന് പറയുന്നത് 20, ബീറ്റ ബൈ 2. സൈൻ എം ബീറ്റ എന്ന് പറയുന്നത് 60 ആണ്. 3 × 20, 60 ഡിവൈഡ് ബൈ 2. അപ്പോൾ അതിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. KD ഈക്വൽ ടു 0.96 KD. KC എത്രയാണ്? KC എന്ന് പറയുന്നത് KC ഈസ് ഗിവൺ ആസ് ഫുൾ പിച്ച്ഡ് കോയിൽസാണ്. ഫുൾ പിച്ച്ഡ് ആകുമ്പോൾ KC ഈക്വൽ ടു 1 ആണ്. ആൽഫ 0 ആണ്. അപ്പം KC ഈക്വൽ ടു KC ഈസ് 1 സിൻസ് full pitched coils. അപ്പോൾ KC ഈക്വൽ ടു 1 ആണ്. അപ്പോൾ KC ഇൻറ്റു KD ആണ്. So with the full pitched coils KC equal to 1. KW equal to the winding factor KW equal to KC into KD. അപ്പോൾ 0.96 KC എന്ന് പറയുന്നത് 1, KD എന്ന് പറയുന്നത് 0.96. അപ്പോൾ KW ഈക്വൽ ടു 0.96. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സാണ് എഴുതിയിരിക്കുന്നത്. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ എഴുതും. വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EPH ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു 4.44 KW ഇൻറ്റു F ഇൻറ്റു 5 TPH, വേർ 5 ഈസ് ദ ഫ്ലക്സ് പെർ പോൾ. അപ്പം EPH ഈക്വൽ ടു 4.44 KW ഇൻറ്റു F ഇൻറ്റു 5 ഇൻറ്റു TPH. ഇതിനകത്ത് നമ്മൾ ഫ്ലക്സ് പെർ പോൾ, അതായത് ഫ്ലക്സ് 5 കണ്ടുപിടിക്കുന്നത് EPH എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് പെർ ഫേസ് ഡിവൈഡഡ് ബൈ 4.44 KW ഇൻറ്റു FI TPH. EPH എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് 3300. ദ മെഷീൻ ഈ സ്റ്റാർ കണക്റ്റഡാണ്. ഓൾട്ടർനേറ്റർ എപ്പോഴും സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മറിച്ച് പറയണം, ഡെൽറ്റ കണക്റ്റഡ് എന്ന് പറയണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറാണ്. അപ്പോൾ 3300 ബൈ √3 ഡിവൈഡഡ് ബൈ 4.44.96, ഫ്രീക്വൻസി 50, TPH നമുക്ക് 150 എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കിട്ടി. ഈസ് TPH ടേൺസ് പെർ ഫേസ്. നോക്കണം, ടേൺസ് പെർ ഫേസ് 150 ടേൺസ് പെർ ഫേസ്. അപ്പം സോ വി ഹാവ് ഫ്ലക്സ് പെർ പോൾ ഈസ് 5 ഈക്വൽ ടു 0.0596 വെബർ. അതിൽ നിന്ന് ബി ആവറേജ് കണ്ടുപിടിക്കുന്നു. ബി ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ബി ആവറേജും 5ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് 5 ഈക്വൽ ടു ബി ആവറേജ് ഇൻറ്റു πdl ബൈ പി, അല്ലെങ്കിൽ ബി ആവറേജ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ ഏരിയ അണ്ടർ 1 പോൾ പിച്ച്. അതെന്ന് പറയുന്ന πdl ബൈ പി എന്ന് പറയുന്നത് അണ്ടർ 1 പോൾ പിച്ച്, അതിനാണ് ഡിവൈഡ് ബൈ പി. ഇത് നമുക്കറിയാം. 5 ഈക്വൽ ടു ബി ആവറേജ് ഇൻറ്റു πdl ബൈ പി. അത് വെച്ച് നമുക്ക് ബി ആവറേജ് കിട്ടുമല്ലോ. ബി ആവറേജ് ഈക്വൽ ടു, യൂസിങ് ദിസ്, ബി ആവറേജ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ദിസ്. 5 ഈസ് 0.0596. സോ 0.0596 ഡിവൈഡഡ് ബൈ ഡി എല്ലാം തന്നിരിക്കുന്നതാണ്. ഡി ആൻഡ് എൽ ആർ ഗിവൺ ഇൻ ദി പ്രോബ്ലം. അപ്പോൾ ഇത് 1000 kVA ജനറേറ്ററിൻ്റെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് 0.4743 എന്നും പറഞ്ഞ് കിട്ടും. ബി ആവറേജ് ഈക്വൽ ടു ദ സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ഈസ് 0.4743 Wb/m². So that is an answer. So mark it as answer, the required one. Since there is only one circuit per phase, ഈ 1000 kVA മെഷീൻ ഒരു സർക്യൂട്ടേ ഉള്ളതെന്നാണ് പറയുന്നത്, ഒരു ഫേസിൽ ഒരു സർക്യൂട്ട്. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒരു സർക്യൂട്ട്, ഒരു ഫേസ് അനവധി കോയിലുകൾ ചേരുന്നതാണ് നമ്മൾ ഓരോ ഫേസിൽ അനവധി കോയിലുകൾ ചേരുന്നതാണ് ഓരോ ഫേസ്. ഇങ്ങനെ നിരവധി കോയിലുകൾ ചേരുന്നതാണ്. അപ്പോൾ ഇത് ഓരോ ഫേസിലും ഒരു സർക്യൂട്ടേ ഉള്ളൂ. വൺ സർക്യൂട്ട് പെർ ഫേസ്. അപ്പോൾ ഈ കോയിലിൽ കൂടെ പോകുന്ന, അതായത് കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ഐസെറ്റ് ഈ സെയിം ആസ് ദി ഫേസ് കറണ്ട്. ആ ഫേസിൽ കൂടെ പോകുന്ന കറണ്ട് തന്നെ ഇസ് ദ സെയിം ആസ് ദ ഫേസ് കറണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാനത് വരച്ചത്. നോക്കണം. ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ, കറണ്ട് ത്രൂ എവരി കോയിൽ, കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഐസെറ്റ്. നോക്കണം, ഐസെറ്റ് എന്ന് പറയുന്നത് ഈ IPH തന്നെ. അപ്പോൾ വൺ സർക്യൂട്ട് പെർ ഫേസ്. അപ്പം ഇനി സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിങ് നമുക്ക് കണ്ടുപിടിക്കാം, ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. അപ്പോൾ ഓരോ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് അതിന് ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. IZ is equal to IPH. IPH എങ്ങനെ കണ്ടുപിടിക്കും? KVA 1000 kVA. അപ്പോൾ ഒരു ഫേസിനാവുമ്പോൾ 1000 kVA 1000 × 10⁻³ ഡിവൈഡഡ് ബൈ 3 ഒരു ഫേസിനുള്ള KVA പെർ ഫേസ്, വോൾട്ടാംപിയർ പെർ ഫേസ്. 1000 × 10⁻³ ഡിവൈഡഡ് ബൈ 3. കറണ്ടിൻ്റെ വോൾട്ടേജ് ആണല്ലോ വോൾട്ടാംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ 3300/√3 ഇൻറ്റു കറണ്ട് പെർ ഫേസ് IPH എന്ന് പറയുന്നതാണ്. സോ വാട്ട് ഇസ് ദിസ്? 1000 × 10⁻³ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നതാണ് EPH ഇൻറ്റു IPH. നോക്കണം, 1000 × 10⁻³ ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന EPH ഇൻറ്റു IPH. ഒരു ഫേസിൻ്റെ പവർ എന്ന് പറയുന്നത് KVA, വോൾട്ടാംപിയർ. KVA അല്ല, വോൾട്ടാംപിയർ. അപ്പോൾ അതുകൊണ്ട് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ IPH സമം അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും? 175. അത് തന്നെ IZ എന്ന് പറയുന്ന കണ്ടക്ടർ കറണ്ട് 175. അപ്പോൾ സ്പെസിഫിക് ഇലക്ട്രിക് ലോഡിംഗ് എന്ന് പറയുന്നത്, അപ്പം മൊത്തം ആംബിയർ കണ്ടക്ടേഴ്സ്, ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് IPH ഇൻറ്റു എത്ര കണ്ടക്ടർ, അത് 6 TPH ടേൺസ് പെർ ഫേസ് മൾട്ടിപ്ലൈഡ് ബൈ 6 ടോട്ടൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ടോട്ടൽ കണ്ടക്ടേഴ്സ് Z ഈക്വൽ ടു 6 TPH. So total conductors, Z equal to 6 TPH. അപ്പോൾ അതുകൊണ്ടാണ് 6 TPH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് IPH തന്നെ, IPH ഇൻറ്റു മൊത്തമുള്ള കണ്ടക്ടേഴ്സ് 6 TPH. ഇതുപോലെ എല്ലാ കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടും സെയിം ആണ്. അപ്പോൾ ഒരു ഫേസിൽ ഇത്രയും, ഈ ഫേസിൽ ഇത്രയും. അപ്പോൾ IPH ഇൻറ്റു 6 TPH എന്ന് പറയുന്ന കണ്ടക്ടേഴ്സ്. അപ്പോൾ അത് ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സായി. ഇത് ഗുണിക്കുമ്പോഴേ മുകളിലുള്ളത് ന്യൂമറേറ്റർ എന്ന് പറയുന്ന ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സായി. അതിനെ ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെരിഫറിയിലാണ് ഇരിക്കുന്നത്, പൈ ഡി ലെങ്തിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ ആ പൈ ഡി ലെങ്തിന് 1 മീറ്റർ, അതിൽ 1 മീറ്റർ ലെങ്തിലുള്ള കണ്ടക്ടേഴ്സ്, എ സി എന്ന് പറയുന്നത് അതാണ്, ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. ഇപ്പോൾ ടോട്ടൽ ആംബിയർ കണ്ടക്ടേഴ്സ് ഇൻ ദ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ സർക്കംഫറൻഷ്യൽ ലെങ്ത് പൈ ഡി. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 25,067 ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ. അതിന് ആംബിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ നമ്മൾ ആംബിയർ പെർ മീറ്റർ എന്നും പറയും, സിൻസ് കണ്ടക്ടർ ഈസ് ഡയമെൻഷൻലെസ്. അപ്പോൾ ഇതിനകത്ത് പെരിഫറൽ സ്പീഡോടൊന്ന് നോട്ട് ചെയ്യണം. പൈ ഡി എൻ എസ്, പൈ ഡി എന്ന് പറഞ്ഞാൽ 2 മീറ്റർ തന്നിട്ടുണ്ട്, എൻ എസ് എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 31.4 മീറ്റർ പെർ സെക്കൻഡാണ്. വി ഹാവ് ടു യൂസ് ദ സെയിം പെരിഫറൽ സ്പീഡ് ദെയർ ഓൾസോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് the quantities for 1250 kVA 3300 volts 50 Hz 250 RPM machine, and here the alternator having 2 circuits per phase star connected ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഡേറ്റ ഫോർ 1250 ഇപ്പോൾ KVA വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ കേസായിട്ട് 1250 KVA ജനറേറ്റർ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ വോൾട്ടേജ് 3300, ഫ്രീക്വൻസി 50, RPM 250, സ്റ്റാർ കണക്റ്റഡ്. അപ്പോൾ സിങ്കർണസ് സ്പീഡ് 250/60, സിങ്കർണസ് സ്പീഡിന് RPS. അപ്പോൾ 4.167 RPS. നമ്പർ ഓഫ് പോൾസ് P 120F/NS. ഇത് ഡെസിമൽ ആയതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തു. 120F/NS 120 × 50/250 ഈക്വൽ ടു 24 പോൾസ്. 24 പോൾ മെഷീനാണ്. നേരത്തെ 20 പോൾ മെഷീനായിരുന്നു, 24 പോൾ with 3 slots per pole per phase and full pitched coils. ഇവിടെയും 3 slots per pole per phase ഉപയോഗിക്കുക. അപ്പോൾ KW ഈക്വൽ ടു 0.96 ആസ് ബിഫോർ, നേരത്തെ ഉള്ളതുപോലെ. Now output coefficient C0 is 11 kW into B average into AC into 10⁻³ is 125.55. അതിൽ നിന്ന് നമുക്ക് D²L കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് D²L. D²L എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ Q എന്ന് പറഞ്ഞാൽ ഇവിടെ 1250 KVA, 1250 KVA. അങ്ങനെയുള്ള ഒരു ജനറേറ്ററിൻ്റെ ഡീറ്റെയിൽസാണ് കണ്ടുപിടിക്കുക. അപ്പം Q ഈസ് ഗിവൺ ഹിയർ 1250 ഡിവൈഡഡ് ബൈ C0NS. സോ വി ഗെറ്റ് D²L സമം 2.39 meter cube. Keeping the same peripheral speed as in the previous case, pi d NS is 31.4 is pi d into 4.167 31.4. അപ്പോൾ D കിട്ടും 2.4 മീറ്റർ, L സമം 0.415. നേരത്തെ 2ഉം എത്രയായിരുന്നു L എന്ന് പറയുന്നത്? L എന്ന് പറയുന്നത് 0.4ഉം ആയിരുന്നു നേരത്തെയുള്ള മെഷീൻ 1000 KVA. ഇതിനകത്ത് ചെറിയ വ്യത്യാസം ഒന്നാണ്. 2.4 മീറ്റർ ആൻഡ് 0.415 മീറ്റർ L. ഇവിടെയും ഫ്ലക്സ് പെർ പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഫ്ലക്സ് പെർ പോൾ ഈസ് B average into pi dl/P. Substituting സെയിം സ്പെസിഫിക് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ലോഡിങ്സ്, സെയിം ലോഡിങ്സ് ഉപയോഗിക്കുന്നത്, സെയിം ലോഡിങ്സ്. ബി ആവറേജ് 0.47. അപ്പോൾ അത് ഫ്ലക്സ് വ്യത്യാസം വരും 0.0618 വെബർ. IPH കറണ്ട് പെർ ഫേസ് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച മാതിരി കണ്ടുപിടിക്കാം. 1250 × 10⁻³ ഡിവൈഡഡ് ബൈ 3/3300/√3 to 18.68 ആംബിയം. അപ്പോൾ 2 സർക്യൂട്ട്സ്, 2 സർക്യൂട്ട് ഓരോ ഫേസിനും എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ രീതിയിൽ അറേഞ്ച്മെൻറ്റ് വരും. നോക്കണം, ഡബിൾ സ്റ്റാർ അറേഞ്ച്മെൻറ്റ്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സിംഗിൾ സർക്യൂട്ട് ഇതേപോലെ സിംഗിൾ സർക്യൂട്ടിന് പകരം ഡബിൾ സർക്യൂട്ട്. അപ്പോൾ വേറൊരു സർക്യൂട്ട് അതേപോലെ പാരലായിട്ട് കണക്ട് ചെയ്യും. വേറൊരു സ്റ്റാർ സർക്യൂട്ട് ഇതിന് പാരലായിട്ട് കണക്ട് ചെയ്യും. ഓരോ ഫേസിനും പാരലായിട്ട് വീണ്ടും വേറൊന്നുകൂടെ കാണും. അപ്പോൾ 2 സർക്യൂട്ട്സ് പെർ ഫേസ്. അപ്പോൾ ഇവിടെ കറണ്ട് പെർ കണ്ടക്ടറോ ഈ ഫേസ് കറണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നു. ഫേസ് കറണ്ട് IPH അത് രണ്ടായിട്ട് പോകുന്നു. ഓരോ കണ്ടക്ടറിൽ കൂടെ ഓരോ കോയിലിൽ കൂടെ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ദിസ് IPH ഡിവൈഡഡ് ബൈ 2 ആണ്. So the current per conductor IZ is 218.68/2 109.3 since there are 2 circuits. Then what we will find out? AC നമുക്ക് നേരത്തെ കിട്ടി AC. സോ AC ഒക്കെ സെയിം തന്നെ. ടോട്ടൽ കണ്ടക്ടേഴ്സും അപ്പം തിരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. 25,067 എന്ന് പറഞ്ഞാൽ ഈ
ടോട്ടൽ കണ്ടക്ടേഴ്സ് ഇൻറ്റു കറണ്ട്. ടോട്ടൽ കണ്ടക്ടേഴ്സ് ഇൻറ്റു കറണ്ട് ബൈ പൈ ഡി എന്ന് പറയുന്നത് 25,067. അപ്പോൾ ടോട്ടൽ കണ്ടക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ കണ്ടക്ടേഴ്സ് എത്ര വരും? ടോട്ടൽ കണ്ടക്ടേഴ്സ് വിൽ ബി 25,067 ഇൻറ്റു പൈ ഡി, നമുക്ക് കിട്ടിയ ഡി ഡിവൈഡഡ് ബൈ കറണ്ട് പെർ കണ്ടക്ടർ 172.9 ഫോർ ദ 2 സർക്യൂട്ട്സ്. So taking slots per pole per phase equal to 3, same as before. Total number of slots എന്ന് പറയുന്നത് 3 into 3 into 24 പോൾസ് ആണ്. സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്, ഒരു പോളിൻ്റെ അടിയിൽ ഒരു ഫേസിന് 3, അപ്പോൾ 3 ഫേസിനും കൂടെ 3 into 3, അങ്ങനെ 24 പോൾസിന് 3 into 3 into 24, 216 നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ്. അപ്പോൾ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്, കണ്ടക്ടർ എത്രയാണ്? കണ്ടക്ടർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതാണ്ട് ടോട്ടൽ കണ്ടക്ടേഴ്സ് 1729, 1729. ഫ്രം ദിസ് സ്റ്റെപ്പ് വി ഗോട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് as 1729. അപ്പോൾ ഒരു സ്ലോട്ടിലുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് 1729 ഡിവൈഡഡ് ബൈ 216. അപ്പോൾ 8.004 ഈസ് ഈക്വൽ ടു 8 എന്നും പറഞ്ഞെടുക്കുന്നു. അപ്പം നമ്മൾ ടേൺസ് പെർ ഫേസ്, സോ വാട്ട് ഈസ് ദ ടേൺസ് പെർ ഫേസ്? Turns per phase is 216 into 8, 216 into 8 by 2 into 3. 216 into 8 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. അപ്പോൾ മൊത്തം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഒരു സ്ലോട്ടിലുള്ളത് 8 കണ്ടക്ടേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് 216 ഡിവൈഡ് ബൈ 6, 288 ടേൺസ് പെർ ഫേസ്. ടേൺസ് പെർ ഫേസ് പെർ സർക്യൂട്ട് ഈസ് 288 by 2. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലുള്ളതെന്ന് പറയുന്നത് പെർ സർക്യൂട്ട് 288 ഡിവൈഡഡ് ബൈ 2, 144. ഒരു ഫേസിനാണ് 288. ഒരു ഫേസിലാണ് 288. അപ്പോൾ ഒരു ഫേസിൽ 2 പാത്തുണ്ട്. അപ്പോൾ ഒരു പാത്തിൽ വരുന്നതാണ് 288 ഡിവൈഡഡ് ബൈ 2 ഈസ് 144.